മുസ്ലിം യൂത്ത് ലീഗ് കഞ്ഞിപ്പുര ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരോട് ചിലത് പങ്കുവയ്ക്കാനുണ്ട് എന്ന വിഷയത്തിൽ സുലൈമാൻ മേൽപ്പത്തൂർ ക്ലാസ് എടുത്തു. ഇതോടനുബന്ധിച്ച് നടന്ന പരിപാടി തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. താളം തെറ്റുന്ന മനസ്സുകളെ, മനുഷ്യ മനസ്സുകൾ താളം തെറ്റുമ്പോൾ ആ മനസ്സുകളെ പാകപ്പെടുത്തിക്കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിന് പണ്ഡിതോചിതമായ ഇടപെടൽ നടത്തി സ്നേഹം പകരാനും നുകരാനും അവസരമുണ്ടാക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട സുലൈമാൻ ഇരിക്കുമ്പോൾ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. കേവലം തെരഞ്ഞെടുപ്പുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഞ്ഞിപ്പുര മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരുപാട് സാമൂഹിക വിഷയങ്ങളിൽ ഇതിനോടകം തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി കഞ്ഞിപ്പുര മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റിക്ക് ജനമനസ്സുകളിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കൽ, ഖുർആൻ മനഃപ്പാഠമാക്കിയ പ്രതിഭകളെ ആദരിക്കൽ, പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നാട്ടിലാകെ മരം നട്ടുപിടിപ്പിക്കലും അതിന്റെ സംരക്ഷണവും, ഭിക്ഷാടന മാഫിയയ്ക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ, നാടിന്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ച ജനപ്രതിനിധികളെ ആദരിക്കൽ തുടങ്ങി സൌജന്യ ആംബുലൻസ് സർവീസും നാടിന് സമർപ്പിക്കാൻ തയ്യാറായി ഈ ഹരിത പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി തങ്ങളുടേതായി കയ്യൊപ്പ് ചാർത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടമ്മമാരോട് ചിലത് പങ്കുവയ്ക്കാനുണ്ട്. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് സ്ത്രീകൾക്ക് കുടുംബങ്ങളിലും സമൂഹത്തിലും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ചും, അടുത്തിടെ നമ്മുടെ നാടിന്റെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ എന്നതിനെക്കുറിച്ചും സുലൈമാൻ മേൽപ്പത്തൂർ വിശദമായി ക്ലാസ് എടുത്തു. വിദഗ്ധരായ ആളുകൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മോശമായ മെസ്സേജിലേക്ക് നമ്മൾ പോകല്ലേ. കാരണം മോശമായ മെസ്സേജസും അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദുരന്തമാണ് നമുക്കുണ്ടാവുക. ഈ അടുത്തിടെ 13 വയസ്സായ ഒരു കുട്ടിയെ കൌൺസിലിംഗിന് കൊണ്ടുവന്നപ്പോ മനസ്സിൽ കൊണ്ട ഒരു കൌൺസിലിംഗ് ആണ്. ആ കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മ വന്നതാണ്. ഉടനെ തന്നെ പറഞ്ഞു, കുട്ടി എന്നോട് പറഞ്ഞത്, സാർ നിങ്ങൾ ഉമ്മാനോടൊന്ന് പുറത്തു പോകാൻ പറയണമെന്നാണ്. 8ാം ക്ലാസ്സുകാരനായ പാപം കുട്ടി പറഞ്ഞ വാക്കുകൾ ഉമ്മാനോട് പുറത്തു പോകാൻ പറയണം. ഉമ്മയെ പുറത്താക്കിയപ്പോ കുട്ടി പറഞ്ഞത്, കരഞ്ഞോണ്ട് പറഞ്ഞത്, എന്റെ ഉമ്മ കേടായി എന്നാണ്. ആ കുഞ്ഞു മനസ്സുകാരന്റെ ആ കണ്ണുനീർ ഇപ്പോഴും എന്റെ മുഖത്തുണ്ട്. അവൻ പറഞ്ഞത്, സാർ എന്റെ ഉമ്മ കേടായി എന്നാണ്. ഞാൻ ചോദിച്ചു, മോനെ ഉമ്മയെപ്പറ്റി അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ, ഉമ്മയെപ്പറ്റി അങ്ങനെ നിരക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ല സാർ, ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഉമ്മ ഇടക്കിടക്ക് ഫോൺ കട്ട് ചെയ്യുന്നത് കാണുന്നു, ഉമ്മ ഇടക്കിടക്ക് മെസ്സേജസ് വരുന്നത് ഡിലീറ്റ് ആക്കുന്നത് കാണുന്നു. ഈ കുട്ടിയുടെ മനസ്സിൽ ഇതുണ്ടായതുകൊണ്ട് ഉമ്മയില്ലാത്ത സന്ദർഭത്തിൽ ഗെയിം കളിക്കാനെന്ന പോലെ മൊബൈൽ വാങ്ങി ഉമ്മയുടെ വാട്സപ്പ് എന്ത് ചെയ്തു, ഡിലീറ്റ് ആക്കി. എന്നിട്ട് ആപ്പ് സ്റ്റോറിൽ കയറി വീണ്ടും അത് ഓൺ ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്ഷനിലേക്ക് കയറി. ആ സമയത്ത് ഒരു ചോദ്യം വരും, നിങ്ങൾ മുമ്പ് അയച്ച മെസ്സേജസ്, നിങ്ങൾ മുമ്പ് ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതിൽ ഞാൻ യെസ് നെക്കിയപ്പോ എന്റെ ഉമ്മയുടെ മോശമായ ചിത്രങ്ങൾ ഞാൻ അതിൽ കണ്ടു സാർ, ആർക്കോ വേണ്ടി അയച്ചു കൊടുത്തത് എന്ന്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അറിയണം, നമുക്ക് ഈ ടെക്നോളജി അറിയില്ല, പക്ഷെ 13 വയസ്സുകാർക്കറിയാം, 12 വയസ്സുകാർക്കറിയാം. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ടെക്നോളജി കൊണ്ട് കളിക്കല്ലേ. ഒരിക്കലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 4 കൊല്ലം മുമ്പ് അയച്ചത് വരെ ഇതിൽ സ്റ്റോർഡാണ്. നിങ്ങളുടെ മൊബൈൽ ഇല്ലെങ്കിൽ പോലും അത് ഏതൊക്കെയോ ഭാഗങ്ങളിൽ അതിന്റെ മദർ ബോർഡിൽ അതുണ്ട്, അതിന്റെ മറ്റുള്ള മേഖലയിൽ അതുണ്ട്, വാട്സപ്പിന്റെ കയ്യിൽ അതുണ്ട്, ഫേസ്ബുക്കിന്റെ കയ്യിൽ അതുണ്ട്. അവരാരും അത് ഡിലീറ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടെക്നോളജിയിലൂടെ മാന്യമായ സംസാരം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എന്തേ ഇതൊക്കെ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആരോ ഒരു ഹായ് മെസ്സേജ് അയക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? നിങ്ങൾക്കറിയുമോ, യുവാക്കളായ ആളുകൾ ഓരോ തെരുവിലും ഇരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, ഗൾഫിലെ ഇന്ന താത്ത, ഇന്ന വീട്ടിലെ ഇന്ന താത്ത, ഇല്ലാത്തതും ഉള്ളതും നിങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. കുട്ടികൾ നമ്മളോട് കൌൺസിലിംഗ് സമയത്ത് പറയുന്നതാണ്. കാരണം താത്താക്ക് ഫോൺ വിളിക്കും, താത്ത തിരിച്ചു വിളിക്കും, നട്ടപ്പാതിരക്ക് ഓരോ മെസ്സേജസ് അയക്കും. ആ മെസ്സേജസിന്റെ കാര്യം പിറ്റേന്ന് ഇതിലിരുന്നിട്ട് പറയും. അത് പറഞ്ഞ് പിന്നെ ഫോണ് വിളിക്കും. നിങ്ങൾ അറിയണം, ദുരന്ത കഥ നിങ്ങൾ അറിയണം. സ്വന്തം കൂട്ടുകാരെ ഇരുത്തിക്കൊണ്ട് നിങ്ങളുടെ സംസാരത്തെ ആസ്വദിക്കുന്നുണ്ട്
ഈ ചെറുപ്പക്കാരൻ എന്നുള്ള കാര്യം. ആ താത്ത എന്നായിട്ട് ഭയങ്കര ബന്ധമാണ്, അതുകൊണ്ട് അവളുടെ വിളിപ്പ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫോൺ വിളിക്കുമ്പോ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് കൂട്ടുകാരെ കേൾപ്പിക്കുന്ന 17 വയസ്സുകാരുടെ കാലഘട്ടമാണ്. നിങ്ങൾ വിചാരിച്ചത് അവന്റെ ബെഡ്റൂമിലാണ് എന്നാണ്, നിങ്ങൾ വിചാരിച്ചത് അവൻ സ്വകാര്യതയിലാണ് എന്നാണ്. എന്നാൽ അത് കൂട്ടുകാരൊന്നിച്ചിട്ട് ഒന്നാകെ കേൾക്കുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോകുമ്പോ ടെക്നോളജിയിലൂടെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ചടങ്ങിൽ യാഹു കോലിശ്ശേരി, മുജീബ് വാലാസി, വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KM സുഹറ, വാർഡ് കൌൺസിലർ ചെങ്കുണ്ടൻ ഷഫീന, മൂർക്കത്ത് മുസ്തഫ, KK ഹാരിസ്, നാസർ നെയ്യത്തൂർ, അൻഫർ മാസ്റ്റർ, കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർമാരായ KK രഹ്ന, ആയിഷ എന്നിവരും താഹിർ, ഷൌക്കത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു.